ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് കുഞ്ഞുടുപ്പ് കാണിക്കാനാണ് കേട്ടോ. എന്നെ മൂത്ത മോന് ഇപ്പം 10 വയസ്സായി. അപ്പം ചെറിയ പ്രായത്തിൽ, അതായത് ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ യൂസ് ചെയ്ത ഡ്രസ്സ് എല്ലാമൊന്നുമില്ല, കുറച്ചെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് എല്ലാം വാഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ എല്ലാം കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. 10 വയസ്സ് പറയുമ്പോൾ ഏകദേശം 10 വർഷമായില്ലേ. ഇപ്പം ഫസ്റ്റ് ഇതാണ് കണ്ടോ. ഇതൊക്കെ ഒരുപാട് യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ മൂത്ത മോനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത്, ഫസ്റ്റത്തെ ഡെലിവറി ആ സമയത്ത് ഇഷ്ടം പോലെ കുപ്പായം കിട്ടിയിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഷെൽഫിൽ വെക്കാൻ പോലും സ്ഥലം ഉണ്ടായിട്ടില്ല. അതേപോലെ ഓർണമെൻറ്റ്സ് ആയാലും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇത് വന്നിട്ടുണ്ടാണ് ഈ ഒരു കുപ്പായം. ഇത് 2 സൈഡും കൂടെ യൂസ് ആക്കട്ടെ. ഇതൊരു സൈഡ്, ഇത് മറ്റേ സൈഡ്. ഇങ്ങനെ എങ്ങനെ വാങ്ങിയിട്ടു ഇത് ഇടാം കേട്ടോ. പിന്നെ ഇതൊന്നും നമ്മൾ വാങ്ങിയ ഡ്രസ്സല്ല. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മോന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഒരു പെരുന്നാൾക്ക്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ പെരുന്നാളിന് വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ നല്ല ആ സമയത്തൊക്കെ നല്ല തടിയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തടിയും ഇതുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു പാൻറ്റ്, ഇത് വന്നിട്ടൊരു ട്രൗസർ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് ഓർമ്മകൾ വരികയാണ്. ഇതിട്ടിട്ട് നടക്കുന്ന സമയത്ത് കിടന്ന് ഓടുന്നതും, കമ്മിയുന്ന സമയത്ത് കമ്മിയായിട്ട് എല്ലായിടത്തും പോകുന്നതും ഒക്കെ ആയിട്ട്. ഇതും ഒരു 3/4 ഭാഗം ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ്. രണ്ടാമത്തെ മോന് ഈ സത്യത്തിൽ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അന്നേരം കൊറോണ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടായിന്. ഇതൊക്കെ വന്നിട്ടില്ല ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊക്കെ എടുത്ത് വെച്ചതും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതും എൻ്റെ ചെറിയ കാലത്തിൽ ഒരൊറ്റ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസോ ഒന്നും നമുക്ക് കാണാനോ അല്ലെങ്കിൽ അതൊന്ന് എന്താ പറയണത്, എന്താന്ന് പോലും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല, ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ ആ മെമ്മറീസൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു കേട്ടോ. വീഡിയോസ് ആകുമ്പോൾ എപ്പോഴായാലും ഉണ്ടാകുമല്ലോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വാഷ് ചെയ്ത് വെച്ചതാണ്. പെട്ടെന്ന് എടുക്കാട്ട് ഇടയ്ക്ക് കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓനും വല്ലാണ്ട് വാശി പിടിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്രയും ക്ലോത്ത് അടിപൊളിയായത് കൊണ്ട് തന്നെയാണ് ഇത്രയും ലോങ് ലാസ്റ്റിക് ആയിട്ട് നിന്നതും. നമ്മൾ കൊടുത്ത പൈസക്ക് മുതലായി കൂടിയത്. കുറേ കീറിയിട്ടുണ്ട് കേട്ടോ. കുറേ ഞാൻ കീറിയിട്ട് അങ്ങനെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒട്ടും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞു. അങ്ങനെ കുറേ ഡ്രസ്സുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വന്നൊരു 28 ദിവസം കഴിഞ്ഞപ്പാട് ആ സമയത്തൊക്കെ യൂസ് വെക്കാൻ കൊടുത്തതാണ്. നല്ല രസമില്ല കാണാൻ വേണ്ടി. ഇത് 1 വയസ്സിൽ വാങ്ങിച്ചു കൊടുത്തതുണ്ടോ. നടക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എന്തായാലും മുഖം ഇങ്ങനെ ആക്കിയത് വല്ലാണ്ട് പൊടിയും മാറുന്നുണ്ട്. ഇന്നിപ്പം ചുമയും കുഞ്ഞുങ്ങളും അടിപൊളിയായിരിക്കും കണ്ടോ. ഇതൊക്കെ കീറിയിട്ടുണ്ട് സത്യത്തിൽ. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മോന് ഇഷ്ടംപോലെ ഡ്രസ്സ് ഞാൻ പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ചെറിയ ആളുടെ ഡ്രസ്സും കൂടെ ഉണ്ടോയെന്ന് തോന്നുന്നു. ഇതുണ്ടോ പാൻറ്റ്. ഇതൊന്നും ആയിട്ടില്ല സത്യത്തിൽ. ഇത് നമ്മളെ മറ്റേ കയറിലെ നല്ല രസമില്ലേ. ഇതിൻ്റെ ഒരുപാട് കളറും പിന്നെ പ്രിൻ്റൊക്കെ ഇല്ലതുണ്ടായിന്. പിന്നെ ഇതാ ഒരു ഷർട്ട്, ഇതൊരു പാൻറ്റ്. പിന്നെ ഇത് വന്നിട്ട് വേറൊരു ഷർട്ട്. ഇഷ്ടംപോലെ ഫ്രണ്ട്സും നിയാസയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും ഒത്തിരി പേര് ആ സമയത്തൊക്കെ മോനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ബേഴ്സ്. പെട്ടെന്ന് വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂട്ടാണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നോക്കി എന്താ രസമല്ലേ.
ആൾ നല്ല സമയത്ത് നല്ല വെയിറ്റും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കൾക്ക് പണിക്കുന്ന ഒരു ഡ്രസ്സ് പോലും ഞാനങ്ങനെ അധികം യൂസ് ചെയ്യാണ്ട് കളഞ്ഞിട്ടോ ആർക്കും കൊടുത്തിട്ടോ ഒന്നുമില്ല. നല്ല രീതിയിൽ മുതലാക്കിയിട്ട് തന്നെയാണ് ഉണ്ടായത്. ചോദിച്ചാൽ എൻ്റെ മൂത്ത മോന് ഞാൻ പറഞ്ഞില്ലേ, ഓന് ഗിഫ്റ്റ് കിട്ടിയ സമയത്തൊക്കെ ഒരേ സൈസിൽ കുറേ ഡ്രസ്സ് ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, എല്ലാം അടക്കി വെക്കുമല്ലേ. പക്ഷെ ഞാൻ എല്ലാം നോക്കി എല്ലാം ഓരോരോ സൈസിന് ഞാൻ നോക്കിയിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇട്ട് മുതലാക്കിയിട്ടുണ്ടായിന്. ഷെൽഫിലൊന്നുപോലും ഇടാണ്ടോ അല്ലെങ്കിൽ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ഷെൽഫിലുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ്, ഇത് ഗൾഫിലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതുണ്ടോ, വലിയ മോഡലായിരുന്നു. ഇതൊക്കെ കുഞ്ഞിട്ടതും കുഞ്ഞ് നടന്നതും ഓടിയതും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. നമുക്ക് ആ ഫസ്റ്റത്തെ ഡെലിവറി ആകുമ്പോൾ ഒരുപാട് ഭയങ്കര സ്പെഷ്യലായിരിക്കുമല്ലോ ആ ഒരു പിന്നെ പ്രഗ്നൻസിയും ഡെലിവറി ടൈമും ഒക്കെ. ഇതുണ്ടോ, ഇതെല്ലാം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇട്ട് കൊടുത്ത ഡ്രസ്സാണ്. ഞാൻ ആ സമയത്തൊക്കെ അന്ന് കുഞ്ഞിയുടെ ഡ്രസ്സ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇല്ല അതിൽ കാണുമ്പോൾ. അപ്പോൾ ഞാനിത് ഡെയിലി ഇങ്ങനെ എടുത്ത് നോക്കും. കുഞ്ഞിനേക്കാളും സൈസ് കൂടിയ ഡ്രസ്സെല്ലാം കിട്ടുമ്പോൾ ഇത് എപ്പോഴാണ് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇത് ഇതിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുപ്പായം പോകുന്നുള്ളൂ. അതുപോലെ പണ്ടത്തെ കോട്ട്, ഇത് രസമല്ലേ. ഇതും ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് തലയണ, പിന്നെ കർച്ചീഫ്, പിന്നെ ഈ പാല് കുടിക്കുമ്പോഴൊക്കെ മേത്താന്നായിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോഴൊക്കെ മേത്താന്നായിട്ട് നമ്മളൊരു സാധനം കഴുത്തിലെ കെട്ടല്ലേ, അതൊക്കെ ഒരു സെറ്റാണെന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ കൂടെ ഉണ്ടായതാണ് ഈ ഷാൾ. ഭയങ്കര സോഫ്റ്റാണ്, നല്ല സുഖമാണ്. ഞാൻ ഇങ്ങനെ കുറേ ഷാളും എൻ്റെ മോന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബെഡ് ഷാളൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ ഷാളൊന്നും അങ്ങനെ കുഞ്ഞിക്കായാലും അധികം യൂസ് ആക്കുന്നില്ലല്ലോ. അപ്പം കുറേയുള്ള ഷാൾ ഞാനിങ്ങനെ ആ സമയത്ത് ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ഞാൻ എടുത്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു 3-4 ഷാൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ ഇടുന്നുണ്ട്, ഒന്നിപ്പം എൻ്റെ കയ്യിലുണ്ട്, 2 എൻ്റെ പുരക്കുമുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് ഇത്. എത്രയൊക്കെ ഇതിന് നോക്കി നമ്മൾ വേണ്ടാന്ന് വെക്കാൻ നോക്കിയാലും എനിക്കിത് ഇതങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല. ഭയങ്കര സോഫ്റ്റാണ്. എപ്പോഴും നമുക്കിങ്ങനെ എന്താ പറയുക ചേർത്ത് വെച്ചിട്ട് കിടക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ. അത് ഗൾഫിലെ മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഈ കുറുക്കെല്ലാം മേത്താന്നായിട്ട് ആ കഴുത്തിലേക്ക് കിട്ടുന്ന സാധനമെല്ലാം ഉള്ള സമയത്ത് അതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് അതൊക്കെ എടുത്ത് കളയാന്ന് സത്യത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ 2 പേരും കുറുക്കും കാര്യങ്ങളൊന്നും കുടിക്കാത്ത വളരെ ഡീസൻ്റായ മക്കളായിരുന്നു ആ സമയത്ത്. ഒരു സാധനം എൻ്റെ മക്കൾ ആ സമയത്ത് കുടിച്ചിട്ടുണ്ടായിട്ട, അന്നും കുടിച്ചിട്ടില്ല, ഇപ്പോഴും കുടിക്കുന്നില്ല. ഇതൊക്കെയാണ് കുഞ്ഞുടുപ്പുകൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ചെറിയ മെമ്മറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ കൂടെയൊക്കെ അറിയിക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങളും ഇതുപോലെ നിങ്ങൾ കുഞ്ഞുമക്കളെയും പിന്നെ നിങ്ങളെയൊക്കെ ഡ്രസ്സും ഒക്കെ എടുത്ത് വെച്ചോ. അവർ വലുതാകുമ്പം അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായൊരു നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സന്തോഷമായിരിക്കും അവരുടെ മുഖത്തുണ്ടാകുക. ഞാനങ്ങനെ അധികം കളയുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഇനി എത്ര പഴഞ്ചനായാലും ഞാനിങ്ങനെ എടുത്തു വെക്കും. മുട്ടായി കടലാസ് പോലും ഞാൻ എടുത്തു വെക്കും. പിന്നെ പരക്കുന്ന ഉമ്മാവോ അയ്യത്തിയെല്ലാം വന്ന് കണ്ടാൽ പറയും, ഇതൊന്നും നിനക്ക് കാട്ടാക്കാൻ വേണ്ടി വേറെ പണിയൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട് തന്നെ ചീത്ത പറയുന്ന സമയത്താണ് പിന്നെയും ഞാൻ എടുത്ത് കളയുന്നത്. ഇതാണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഇട്ട് മുതലാക്കി. അപ്പം വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.